ഹായ് ഓൾ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇറ്റ്സ് മീ റൈഹാന ജാഫർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പഴയ കാല റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ഉമ്മമാരൊക്കെ പഴയ കാലത്ത് ഉണ്ടാക്കിയിരുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏലാഞ്ചി എന്നാണ് ഈ ഒരു പലഹാരത്തിൻ്റെ പേര്. പിന്നെ മുട്ട റോള്, അതേപോലെ ലവ് ലെറ്റർ, ഏലാഞ്ചി, ഇങ്ങനെയൊക്കെ ഇതിന് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാനിത് അവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ഗ്ലാസ് അളവിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഒരു പലഹാരം എനിക്ക് എൻ്റെ ഉപ്പ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ആദ്യം എൻ്റെ രീതിയിൽ മാവ് ഉണ്ടാക്കി. അപ്പോൾ ഉപ്പ പിന്നീടാണ് വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയല്ല എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് മൈദപ്പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു. പിന്നീട് ഒരു 2-3 ഏലക്ക അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇതിങ്ങനെ അടിച്ചെടുത്തപ്പോൾ നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആയിരുന്നു. അപ്പോഴാണ് ഉപ്പ വന്നിട്ട് പറഞ്ഞത് ആദ്യം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു മുട്ടയുടെ ആ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി എടുക്കാൻ പാകത്തിന് നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി എന്നുള്ളത് കേട്ടോ. പിന്നീടാണ് എനിക്ക് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നിയത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണ്ട എന്നാണ് ഉപ്പ പറഞ്ഞത്. ഞാൻ ആദ്യം അടിച്ചെടുത്തപ്പോൾ നല്ല തിക്കായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം കൂടെ ചേർക്കാതെ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് എനിക്ക് വെള്ളം ചേർത്തു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മാവ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. പിന്നെ നിങ്ങൾക്കിത് മസാല വെച്ചിട്ട് സ്പൈസി ആയിട്ടുള്ള ഫില്ലിങ്ങും ഇതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പം സ്വീറ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങ ഞാനൊന്ന് ഈ ഒരു നെയ്യിലൊന്ന് വറുത്തെടുക്കുകയാണ്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഫില്ലിങ് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തേങ്ങയും പഞ്ചസാരയും മാത്രമേ എടുത്തിട്ടുള്ളൂ, എന്നാൽ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു നെയ്യിൽ നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ, ഒന്ന് വറുത്തെടുക്കാം. പിന്നെ മാവ് അരച്ച സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് അതിലേക്ക് ഉള്ളൊരു ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദോശച്ചട്ടി എടുക്കാം. ഒരു ഫ്രൈ പാൻ ഏതെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊന്ന് പറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ഹൈ ഫ്ലെയിമിലാവരുത്, എന്നാലും ലോ ഫ്ലെയിമിലും ആവാൻ പാടില്ല കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇത് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ദോശക്ക് ചുറ്റി കൊടുക്കില്ല, ഇതുപോലെ ഒന്ന് തിന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഞാൻ ഫസ്റ്റത്തെ ഈ ഒരു ദോശക്ക് ഉള്ളത് ഒഴിച്ച് കൊടുത്ത സമയത്ത് കുറച്ച് തിക്കായിരുന്നു കേട്ടോ മാവ്. പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മാവ് ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഈ ദോശ കുറച്ചൊരു തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഒന്നും കൂടി തിന്നായിട്ടാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പഴയ കാലത്തുള്ള ഒരു ബെസ്റ്റ് പലഹാരമാണ് കേട്ടോ ഇത്. ഇതൊരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിയ ഫീലും കൂടെയാണ് ഈ ഒരു പലഹാരം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ ഈവനിങ്ങിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു പലഹാരം തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ 2 ഭാഗം ഒന്ന് വെന്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം. അപ്പോൾ ഞാനിത് നേരെ നീളത്തിൽ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആദ്യം ഒന്ന് മടക്കിയതിന് ശേഷം 2 സൈഡും ഉള്ളിലേക്ക് മടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് ആ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഇത് മടക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ കാണാറുള്ള ഒരു ഏലാഞ്ചിയുടെ ഷേപ്പ് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ നീളത്തിലാണ് മടക്കിയെടുക്കുന്നത്. കണ്ടോ, ഇതേപോലെ നമ്മൾ ഈ ചൂടോടെ തന്നെ മടക്കിയെടുക്കണം കേട്ടോ. ഇനി നിങ്ങൾ ഈ പാനിൽ വെച്ച് ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ദോശ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഫില്ലിങ് വെച്ചിട്ട് മടക്കി കൊടുക്കാം കേട്ടോ. അതാണ് ഒന്നും കൂടെ ഈസി ആയിട്ടുള്ളത്. പിന്നെ ചൂടോടെ തന്നെ മടക്കിയെടുക്കണം, എന്നാലേ ഇത് ഒട്ടി പിടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് വേറിട്ടിങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫില്ലിങ് ഉള്ളിൽ റെഡി ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടോടെ തന്നെ ഈ ഒരു
ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഏലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഇതിന് മുട്ട റോൾ എന്ന് പറയും, ലവ്ലെറ്റ് സ്വീറ്റ് എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ പല രീതിയിൽ പല ഭാഗത്ത് പല പേരാണ് ഇതിനുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ. അത് മറക്കരുത്. കണ്ടോ, ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയ സമയത്ത് നല്ല തിന്നായിട്ടാണ് പരത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ദോശ കാണാനും നല്ല തിന്നായിട്ട് തന്നെ ഉണ്ട്. എന്നിട്ടിത് അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മടക്കിയെടുക്കാം. പിന്നെ നമ്മൾ സ്പൈസി ആയിട്ട് ചെയ്യുന്ന സമയത്ത് അത് വേറൊരു ടേസ്റ്റി ആയിരിക്കും. ഞാൻ ആ ഒരു വീഡിയോ പിന്നീട് ഞാൻ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ നല്ല നട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ തേങ്ങ വറുത്തെടുത്ത സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് കടിക്കാനും കൂടെ കിട്ടുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഈവനിങ്ങിന് ചായൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു ഷെയർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഏലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയില്ല. ഈ മാവ് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആ മാവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അരച്ച സമയത്ത്. അതൊരു നല്ല മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ മുകളിലുള്ള രണ്ടെണ്ണം രണ്ട് സൈഡും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം റോൾ ചെയ്തേക്കാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഷെയർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ.